ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആണ് കേട്ടോ. ഞങ്ങളുടെ ക്യാമറ ഓണിലെ നൈറ്റും അതുപോലെ തന്നെ നാളെ ഇവിടുന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്ന് ഹോട്ടലിലുള്ള രാത്രിക്കത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല കോടയായിരുന്നു. 18 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പിട്ട് ഞങ്ങളൊന്ന് ഹോട്ടലിൽ തന്നെ ഇതുപോലെ കഫ്റ്റീരിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ രാത്രിക്കേക്ക് ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ റെഡിയൊക്കെ ആയി വന്നു. ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത് ഇവർ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വേസ്റ്റ് ബോട്ടിൽസ് കൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ശരിക്കും നന്നായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെയുള്ള ഒരു ടൗൺ ഏരിയയിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലെയല്ല, രാത്രി സമയങ്ങളിലാണ് ഇവിടുത്തെ സിറ്റീസൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്നത്. ഫുഡ് കോർട്ടും അതുപോലെ ഒരുപാട് സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഫുൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ നമ്മളും വെറുതെ സ്റ്റാളിൻ്റെ ഉള്ളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യേണ്ട ഓരോ സാധനങ്ങളൊക്കെ നോക്കി. ഇവിടെയും ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോയാൽ അവിടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, സ്ട്രോബെറി, അതുപോലെ തന്നെ ഡ്രസ്സ്, തണുപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, അതുപോലെ പേഴ്സ്, ഇങ്ങനത്തെ കാര്യമാണ് ഇവിടെ കൂടുതലും സെയിലിന് വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് നടന്ന് ഓരോ സാധനങ്ങളും നോക്കി. പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഒരു മലയാളി ഫാമിലി. എനിക്കിഷ്ടപ്പെട്ടത് ഈ തോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം ഞാനിങ്ങനെ വെടിവെച്ച് കളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവിടുത്തെ ഷോപ്പിലൊക്കെ ഓണർ വന്ന് എന്നെ നോക്കി. ഇപ്പോൾ ഞാൻ അതും അവിടെ വെച്ച് സ്ഥലം വിട്ട് അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ സ്റ്റാൾസിൻ്റെ ഒക്കെ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്ത് മെല്ലെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങി. ഇങ്ങനെ നടന്ന് സ്ട്രീറ്റിലേക്കൂടെ വെറുതെ നടക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്ക് ടവർ പോലത്തെ സാധനം കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഓൾമോസ്റ്റ് ഇവിടെ എല്ലായിടത്തും കാണുന്ന സാധനമാണ് ഈ സെറ്റായി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് സമയം അതിൻ്റെ മേക്കിങ്ങൊക്കെ കണ്ടിങ്ങനെ നിന്നു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഇങ്ങനെ ഓരോ ഷോപ്പിലും കയറി കുറേ സമയം അവരെ ഇവരെയൊക്കെ നോക്കി നിന്ന്. ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് ഫുഡ് കഴിക്കേണ്ട സ്ഥലം ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നടന്നൊന്ന് ടയേർഡായതിന് ശേഷം വന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടത്താൻ തുടങ്ങും. ഇവിടെ ഇതുപോലെ സിറ്റീൻ്റെ നടുക്ക് തന്നെ ഇരിക്കാനും അതുപോലെ തന്നെ ടേബിളും സെറ്റപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഈ ഒരു സ്ഥലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോയിൻ ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലപ്പം റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ നടത്തം തുടങ്ങി. ഇങ്ങനെ ഓരോ ഷോപ്പിലും പോവും, അവരുണ്ടാക്കുന്ന സാധനങ്ങളും അതിൻ്റെ സ്റ്റൈലും നോക്കി അവിടെ അങ്ങനെ നിൽക്കും. ഇതാണ് മെയിൻ പരിപാടി. അവസാനം പിന്നെ എവിടുന്നേലും ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നതിനൊക്കെ ഒരു കണക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ മതിയാക്കി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ആദ്യം നടന്നു. പിന്നെ ഇത് ഈ മദാമ ചേച്ചിമാരൊക്കെ അത്യാവശ്യം എല്ലാ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നോക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും വാങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഇങ്ങനെ നടത്താൻ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ഷോപ്പിലും ഒന്ന് മുഖം കാണിക്കണം എന്നുള്ള എന്തോ നേർച്ച പോലെയായിരുന്നു ഞങ്ങളുടെ നടത്തം എന്ന് പറയുന്നത്. അവസാനം ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് അവർ ഫുള്ള് ഗാർഡനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കഷ്ടം അതല്ല, ഇവിടെ സ്റ്റീം ബോട്ട് ഏർപ്പാടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഒരു സ്റ്റൗവും തരും, ആവശ്യമുള്ള സാധനങ്ങളും തരും. അപ്പം നമ്മൾ പൈസ കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. എന്ത് സെറ്റപ്പല്ലേ ഇത്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി മടുത്ത് ആണ് വീക്കെൻഡിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്കൊന്നും ഞങ്ങളില്ലേന്ന് പറഞ്ഞു ഞങ്ങൾ സാധാരണ ഉണ്ടാക്കി തരുന്നൊരു ഹോട്ടലിൽ അങ്ങ് കയറി ചെല്ലുമ്പോൾ ദേണ്ട അവിടെയും മലയാളി. ഈ ചേട്ടൻ മലയാളിയാണ് കേട്ടോ. അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അവർ. പിന്നെ നമുക്ക് നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാറില്ലെങ്കിലും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പൊറോട്ടയും പരിപ്പ് കറിയുമാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കിട്ടേണ്ട താമസം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തീർത്തു. അതിൻ്റെ കൂടെ എരിവുള്ളൊരു ചിക്കൻ കറിയും കിട്ടിയിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഇതാ കഴിച്ച പൊറോട്ടേനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാമെന്നും പറഞ്ഞ് ഒരു പാർക്കും തപ്പി ഇറങ്ങിയത്. അവസാനം കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർ ലൈറ്റ്സ് ഇങ്ങനെ മരത്തിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ശരിക്കും അത് ഭയങ്കര ഓരോന്നും നമുക്ക് ഓരോന്നൊക്കെ പോലെ തോന്നും കേട്ടോ.
രാത്രിയാണെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കണ്ണുപൊട്ടിക്കാനുള്ള ഓരോ സെറ്റപ്പും അവിടെ ഉണ്ട്. മാത്രമല്ല വലിയവർക്ക് വേണമെങ്കിൽ സൈക്കിളോ ബൈക്ക് പോലത്തെ സാധനങ്ങളോ ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവിടുന്ന് റെൻറ്റിന് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു പാർക്കാണ്. അപ്പോൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും അതായത് ഇങ്ങനെ നടക്കാനും ഓടിക്കാനും ഒക്കെ പറ്റും. ഞങ്ങളുടെ ലക്ഷ്യം നടത്തായതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള നടപ്പാതയിൽ കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടന്നു. അപ്പോൾ വഴിയിലൊരു ഊഞ്ഞാല കിട്ടിയപ്പോൾ അത് കയറി കുറച്ച് സമയം അതാടി. അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളിവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊക്കെ നടന്ന് ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളിവിടെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 10:30 വരെയാണ് ഇവർ ബുഫേയുടെ ടൈം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എണീക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ആ പോയ ടൈമാണെങ്കിൽ അവിടെ ഒരു പീക്ക് ടൈമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരിതാ ഒരു ബട്ടണും തന്നു. അങ്ങനെ നമ്മുടെ ടൈമായി, നമ്മൾ ഉള്ളിൽ കയറാനുള്ള ടൈമായി. പിന്നെ ഫുഡ് നമുക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു മായാലോകമായിരുന്നു. അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. കോണ്ടിനെൻ്റലായിരുന്നു മെയിൻ. പിന്നെ മലായീസിൻ്റെ ഫുഡും അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അതും ഇവരുടെ ലഞ്ച് ടൈം ഏകദേശം ആ ഒരു ടൈം ആയതുകൊണ്ട് അവിടെ വൈറ്റ് റൈസ് ആയാലും അതുപോലെ തന്നെ അതിന് ഉള്ള കറി ആയാലും എല്ലാം സെറ്റായിരുന്നു. സാലഡ്സിൻ്റെ ഒരു സെക്ഷൻ, പാൻ കേക്ക്, അതുപോലെ തന്നെ ഡെസേർട്ട്, അത്യാവശ്യം എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലുമായിരുന്നു. ഇതൊന്നും കൂടാതെ ഒരു ലൈവ് സെക്ഷൻ കൗണ്ടറും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവസാനം ഓടി നടന്ന് കൈ കിട്ടിയ എന്തൊക്കെയോ സാധനം അവിടുന്ന് ഇവിടുന്ന് വാരിയെടുത്ത് കഴിക്കാനിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ കഴിയുമ്പോൾ ഞങ്ങൾ പോയി ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് കോർണറിലെ മെയിൻ ഐറ്റം ഇതായിരുന്നു കേട്ടോ. നമ്മുടെ കഞ്ഞി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ചമ്മന്തികൾ, ഉണക്കമീൻ ചമ്മന്തിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് മോമോസ്, അതുപോലെ നമ്മുടെ ഇടിയപ്പം പോലത്തെ എന്തോ സാധനം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ ആണെങ്കിലും പുഴുങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓംപ്ലേറ്റ് ആണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും അവർ ആ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എന്തൊക്കെയോ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഹോട്ടലിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഇതൊന്നും നമുക്ക് കളിക്കാനും അറിയില്ല. പിന്നെ വെറുതെ പൈസ ചിലവാക്കിയിട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ കുട്ടികളൊക്കെ കൂട്ടി അവിടെ എന്തൊക്കെയോ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിന് മാത്രം സമയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം എല്ലാം കണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം ഹോട്ടലിൻ്റെ പുറത്തു കൂടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. കാരണം വന്നിട്ട് ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ നടന്നില്ല. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആയിരുന്നു. ഇതിൻ്റെ പുറത്ത് ഒരുപാട് സ്ഥലത്തായിട്ട് ഇവരെന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്. കുറേ തരത്തിലുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ കേബേജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ മെല്ലെ റൂമിൽ പോയി റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇതാ ട്രോളിയും തള്ളിക്കൊണ്ടുപോയി അവിടുത്തെ സെറ്റിൽമെൻറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തേയില തോട്ടങ്ങളുടെ ഇടയിലൂടെ ആയിരുന്നു. നല്ല ഇടുങ്ങിയ റോഡായിരുന്നു കേട്ടോ. ശരിക്കും ഒരു 2 വണ്ടിക്കൊക്കെ അതിലൂടെ പോകുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന പോലത്തെ തേയില തോട്ടങ്ങളായിരുന്നു. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം അങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മോസി ഫോറസ്റ്റിലേക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല കോടയും നല്ല സീനറി ആണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ പോയി കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തു. ഈ പോകുന്ന വഴിയിലൊക്കെ ഇവരുടെ തന്നെ ജീപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് താഴെ നിന്ന് ടൂറിസ്റ്റുകളെ കൂട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ പെർ പേഴ്സൺ 128 റിങ്കറ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ജീപ്പാക്കുന്നതിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് പോകാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് തേഞ്ഞ് ഗൈസ്. കാരണം അവിടെ സ്വന്തം വാഹനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പെർമിറ്റ് ഇല്ല. അവിടെ അവരുടെ ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് മരങ്ങളിൽ മൊത്തം പായൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പായൽ മരങ്ങളാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്നാണ് പറഞ്ഞെടുത്തോ ചോദിച്ചപ്പോൾ. പിന്നെ ഞങ്ങൾ ആദ്യം ജീപ്പൊന്നും എടുത്ത് പോകാൻ വേണ്ടി നിന്നില്ല. നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് അപ്പോൾ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു വയനാട് ഊട്ടി ആ ഒരു സ്ഥലത്തൊക്കെ പോയ പോലെ തന്നെയാണ്. സെയിം ഏകദേശം തേയിലത്തോട്ടങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ക്യാബേജും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഏകദേശം ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെയുള്ള മെയിനായിട്ടുള്ള എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്, ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നല്ല തിരക്കാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ദൂരത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. താഴേന്ന് കാണുമ്പോൾ അത്യാവശ്യം സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത്രയും കുറേ സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് തളരില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും എങ്ങനെയൊക്കെയോ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തിയ അവസാനം മേലെ എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ സെയിം പരിപാടി അല്ല കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടീ എസ്റ്റേറ്റൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ടീൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർ ഇടക്കിടക്ക് ടീയൊക്കെ ഓരോ ടീൻ്റെ ടേസ്റ്റ് വെക്കാനൊക്കെ തരും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇതേപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൊരു കഫ്തീരിയ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ടീ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ടീ പ്രോസസ്സിങ് കാണണമെങ്കിൽ പ്രത്യേകിച്ച് വേറെ തന്നെ ടിക്കറ്റ് എടുത്ത് പോകേണ്ടതുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം കിട്ടി. നമ്മുടെ ഇന്ത്യ ആണ് ലോകത്തിലെ തന്നെ ഈ തേയില ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ചൈനക്കാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള ചായപ്പൊടികളും ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തേയില ആയിക്കോട്ടെ, അത് ബ്ലാക്ക് ടീ ആയിക്കോട്ടെ, അല്ല ലൈം ടീ ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്ത ഫ്ലേവറിലുള്ള ടീ, അതുപോലെ തന്നെ അതിൻ്റെ എസെൻസ്, ഓരോ സാധനങ്ങളും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ തേയിലക്കൊക്കെ. ഇവരിങ്ങനെ ഇവരുടെ ടീ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളിലൊരു ടി വിയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ കാലമായില്ലേ സിനിമയൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കൂടെ അതിൽ കയറിയിട്ട് കുറച്ച് സമയം അതും കണ്ടിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് ഇതുപോലൊരു ടീൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതലും ഐസ്ഡ് ടീ ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളും കുടിച്ചൊരു ഗ്ലാസ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇവരുടെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇങ്ങനെയുള്ള ടീ എസ്റ്റേറ്റ്. ഈ തണുത്ത സ്ഥലങ്ങളൊക്കെ എല്ലാ നാട്ടിലും കണ്ടുപിടിക്കുന്നതേ ബ്രിട്ടീഷുകാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇതാ അതിനെക്കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി. അങ്ങനെ അവസാനം നമ്മൾ മടങ്ങുമ്പോഴത്തേക്ക് ഏകദേശം മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ നനയുണ്ടല്ലോ എന്ന് കരുതി അത്യാവശ്യം ചിലരൊക്കെ കുട പിടിച്ചപ്പോൾ നല്ല ചാറ്റിലുണ്ടായിരുന്നു. ഞങ്ങൾ സ്പീഡിൽ തന്നെ നടന്ന് വണ്ടി കയറി. പോകുന്ന വഴിയിൽ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാർക്കിംഗ് സ്റ്റേഷൻസും ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളുണ്ട്. ഇതൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നു. പക്ഷേ അവിടെ നിന്നൊന്നും ഫുഡൊന്നും കഴിക്കാനില്ല. കാരണം അതിവിടെ ഈ ലോക്കൽ മാഗി അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ വെറുതെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ ഏകദേശം കാമറോൺ ഹൈലാൻഡിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോയിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോയിൽ കുറച്ച് സ്ഥലങ്ങളും കൂടെ കയറിയിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോയിലത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.